വ്രതശുദ്ധിയുടെ നിറവിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. മസ്ജിദുകളിലും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരം, സൗഹൃദത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശം പകർന്ന് ആഘോഷങ്ങൾ. ഒമാനിലും ഉത്തരേന്ത്യയിലും ചെറിയ പെരുന്നാൾ നാളെ. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ പാളയം ഇമാം സുഹൈബ് മൗലവി. സമൂഹത്തിൽ വെറുപ്പ് പടർത്തുന്നവരുടെ ഉപകരണമായി ചിലർ മാറുന്നു. മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനായി വോട്ട് ചെയ്യണമെന്നും പാളയം ഇമാം. കേരളത്തിൽ ലവ് ജിഹാദില്ലെന്ന് മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ED. ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചു. നാളെ കൊച്ചിയിൽ ഹാജരാകാൻ നിർദ്ദേശം. അനിൽ ആന്റണിക്കെതിരെ വെളിപ്പെടുത്തലുമായി PJ കുര്യൻ. പണമിടപാട് സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാർ സംസാരിച്ചിരുന്നുവെന്ന് പ്രതികരണം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അനിൽ ആന്റണി. നന്ദകുമാർ ക്രിമിനലാണെന്നും ആരോപണങ്ങൾക്കു പിന്നിൽ കുര്യന്റെ ബുദ്ധിയാണെന്നും മറുപടി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയത് 45 ഡിഗ്രിക്ക് മുകളിൽ. വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ്. ഇന്നലെ ഉപയോഗിച്ചത് 11.17 കോടി യൂണിറ്റ്. പാനൂർ സ്ഫോടനത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന റിപ്പോർട്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നു. മുഖ്യ ആസൂത്രകൻ ഷിജാലിനും പരിക്കേറ്റ വിനീഷിനുമെതിരെ കാപ്പ ചുമത്താൻ സാധ്യത. IPL ഇന്ന് രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 ജയ്പൂരിൽ. 5ാം ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ. വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗുജറാത്ത്.